അമേരിക്ക ഇറാനിൽ നടത്തിയ സൈനിക നടപടിക്ക് അമേരിക്കൻ ജനത എതിരാണെന്ന് സർവേ ഫലങ്ങൾ പറയുന്നു. ഇറാനെതിരായ സൈനിക നടപടി അബദ്ധമാണെന്നാണ് ജനവികാരം. വാഷിംഗ്ടൺ പോസ്റ്റ്, ABC, ഇപ്സോസ് സംയുക്തമായി നടത്തിയ സർവേയിലാണ് യുദ്ധത്തിന് എതിരായ ജനവികാരം വ്യക്തമായത്. 61% പേരും ഇറാൻ യുദ്ധം തെറ്റായി പോയെന്ന് അഭിപ്രായപ്പെട്ടു. അതേസമയം 36% ആളുകൾ ട്രംപിന്റെ ഇറാനിലെ സൈനിക നടപടിയെ പിന്തുണക്കുന്നു. നിലവിലെ ഇറാൻ യുദ്ധത്തിന് 2006 നടന്ന ഇറാഖ് യുദ്ധത്തിനും 70കളിലെ വിയറ്റ്നാം യുദ്ധത്തിനും ലഭിച്ചതിന് സമാനമായി ജനപിന്തുണ കുറവാണ്. നേരത്തെ റോയിട്ടേഴ്സ്, ഇപ്സോസ്, ഫോക്സ് ന്യൂസ് എന്നിവർ നടത്തിയ സർവേയിലും ജനവികാരം ട്രംപിനെതിരായിരുന്നു. യുദ്ധം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചുവെന്നും ജീവിത ചെലവ് വർദ്ധിപ്പിച്ചു എന്നുമാണ് സർവേയിൽ പങ്കെടുത്തവർ മിക്കവാറും പേർ പറഞ്ഞത്. ഫെബ്രുവരി അവസാനത്തോടെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഒറ്റയടിക്ക് ആരംഭിച്ച ഈ യുദ്ധം ഇതിനോടകം മിഡിൽ ഈസ്റ്റിൽ ആയിരക്കണക്കിന് ആളുകളുടെ ജീവനെടുത്തു കഴിഞ്ഞു. ആഗോളതലത്തിൽ ഊർജ്ജ വില കുതിച്ചുയരാൻ കാരണമായ ഈ യുദ്ധം ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും ബാധിച്ചു. ഇന്ധന വിലവർദ്ധവിനെ തുടർന്ന് വാഹന ഉപയോഗം കുറഞ്ഞതായും വീട്ടുചെലവുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതായും ഈ സർവേയിൽ പങ്കെടുത്ത പകുതിയോളം പേർ വ്യക്തമാക്കി. ഡ്രൈവിംഗ് കുറച്ചതായി 44% പേരും വീട്ടുചെലവുകൾ വെട്ടിക്കുറച്ചതായി 42% പേരും പറഞ്ഞു. പ്രതിവർഷം $50,000 താഴെ വരുമാനമുള്ളവരിൽ ഈ കണക്ക് യഥാക്രമം 56%വും 59%വുമാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജനപ്രീതിയിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തുന്ന സമയത്താണ് ഈ സർവേ ഫലം പുറത്തുവരുന്നത്. അനാവശ്യ സംഘർഷങ്ങളിൽ നിന്ന് രാജ്യം മാറി നിൽക്കണമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിന് വിരുദ്ധമാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ ഈ നീക്കമെന്ന് 46% പേരും അഭിപ്രായപ്പെട്ടു. സാമ്പത്തിക പ്രശ്നങ്ങളും വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും വോട്ടർമാരെ ട്രംപ് ഭരണകൂടത്തിന് എതിരാക്കി മാറ്റുന്നതാണ് സൂചനകൾ. ഈ യുദ്ധം ജനങ്ങൾക്കിടയിൽ അപ്രിയമായി മാറിക്കഴിഞ്ഞു. യുദ്ധം വിജയമാണോ എന്ന ചോദ്യത്തിന് 19% പേർ മാത്രമാണ് അനുകൂലമായി മറുപടി നൽകിയത്. 39% ആളുകൾ പറഞ്ഞത് ഇത് പരാജയമാണെന്നാണ്. ബാക്കിയുള്ളവർ കുറച്ചുകൂടി കാത്തിരിക്കണം എന്ന നിലപാടിലാണ്. ഈ സംഘർഷത്തിനിടയിലും നോബൽ സമ്മാനത്തിനായി ട്രംപ് ശ്രമം നടത്തുന്നുണ്ട്. സമാധാന നോബൽ പുരസ്കാരത്തിനുള്ള പട്ടികയിൽ ഇത്തവണ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉണ്ടെന്ന് പറയുന്നു. കംബോഡിയ, പാകിസ്ഥാൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളാണ് ട്രംപിന്റെ പേര് നാമനിർദ്ദേശം ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൽ ട്രംപ് വഹിച്ച പങ്കിനെ മുൻനിർത്തിയാണ് ഈ നോമിനേഷൻ എന്നാണ് വിവരം. കഴിഞ്ഞ തവണ നൊബേൽ സമ്മാനം ലഭിക്കാനായി ട്രംപ് നീക്കങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. ഇത്തവണ കനത്ത മത്സരമാണ് പുരസ്കാരത്തിനായി നടക്കുന്നത്. ആകെ 287 നാമനിർദ്ദേശങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ 208 വ്യക്തികളും 79 സംഘടനകളുമാണ്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി, കാലാവസ്ഥാ പ്രവർത്തക ഗ്രേറ്റ തുൻബർഗ്, മോൾഡോവൻ പ്രസിഡന്റ് മേയ സാൻഡു, UN പ്രതിനിധി ഫ്രാൻസിസ്ക അൽബനീസ് എന്നിവരാണ് ഇത്തവണ നോമിനേഷൻ ലഭിച്ച ആളുകളിൽ പ്രമുഖരായിട്ടുള്ളത്. നാമനിർദ്ദേശ പട്ടിക 50 വർഷത്തേക്ക് രഹസ്യമായി സൂക്ഷിക്കണമെന്നാണ് നിയമമെങ്കിലും നിർദ്ദേശങ്ങൾ സമർപ്പിച്ച രാജ്യങ്ങൾ തന്നെ ഈ വിവരങ്ങൾ പുറത്തുവിട്ടതോടെയാണ് ഈ പട്ടിക പരസ്യമായത്. കഴിഞ്ഞ വർഷം വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോക്കായിരുന്നു ഈ പുരസ്കാരം ലഭിച്ചു. ഇത്തവണത്തെ വിജയിയെ ഒക്ടോബർ 9 പ്രഖ്യാപിക്കും. തുടർന്ന് ഡിസംബർ 10 ഓസ്ലോയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാര വിതരണം നടക്കും.